കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പക്ഷെ എന്നെങ്കിലും അവളത് കാണുമല്ലോ. അന്ന് അവൾ എന്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാ. നീ വേണമെങ്കിൽ കണ്ടോ ജാനകി. അവൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയട്ടെ എന്ന് കരുതി എന്റെ കല്യാണക്കാരി ഇങ്ങനെ പേപ്പറിലൂടെ പബ്ലിഷ് ചെയ്ത് ടിവിയിലും ഓൺലൈനിലും പരസ്യം കൊടുത്തത്. പക്ഷെ എന്നെങ്കിലും അവളത് കാണുമല്ലോ. അന്ന് അവൾ എന്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാ. നീ വേണമെങ്കിൽ കണ്ടോ ജാനകി. ഞാൻ വന്നു ദേവേട്ടാ. ദേവിഡിന്റെ അടുത്ത് തന്നെയുണ്ട്. ദേവിഡ് വിശ്വസിച്ച പോലെ തന്നെ നടന്നു. ദേവിഡ് ചിന്തിച്ചത് ശരിയാ. ആ പത്രത്തിലെ വാർത്ത കണ്ടതിന് ശേഷം ദേവിഡിന്റെ അടുത്തേക്ക് ഓടി വരാൻ എനിക്ക് ധൈര്യം ഉണ്ടായത്. എന്നാലും ദേവിഡിന്റെ മനസ്സിൽ എനിക്ക് ഇത്രയേറെ സ്ഥാനം ഉണ്ടായിരുന്നോ? എനിക്ക് വേണ്ടി ഇത്രയേറെ വേദനയോ? പക്ഷെ ഞാൻ ദേവിഡിനെ തെറ്റിദ്ധരിച്ചു പോയല്ലോ. മറന്നു കാണുന്നു ഞാൻ വിശ്വസിച്ചു. ഇനി ദേവിഡ് ഞാൻ കാരണം വേദനിക്കില്ല. ജാനകിയായി ഈ വീട്ടിലേക്ക് വന്ന് ഞാൻ കല്യാണം നിശ്ചയിച്ച ദിവസം വൈദേഹിയായി മുന്നിലേക്ക് വരും. രാമസാറേ, ഹോമത്തിനുള്ള ഏർപ്പാടുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങിക്കളയാം. കുറച്ചു നേരം കൂടി ഇത് വെയിറ്റ് ചെയ്യുക. എന്റെ മരുമോൻ ഇതുവരെ എത്തിയിട്ടില്ല. എന്റെ മരുമോന്റെ കൈ കൊണ്ട് തന്നെ വേണ്ടേ ഈ ഹോമം നടത്താൻ. 6 മാസമായി. എവിടെയാണെന്നോ എന്തു പറ്റിയെന്നോ അറിയില്ല. തിരയാൻ ഇനി സ്ഥലമില്ല, ചോദിക്കാത്ത മനുഷ്യരുമില്ല. ഇനി എന്നാണോ എനിക്ക് എന്റെ മോളെ ഒന്ന് കാണാൻ പറ്റുക? എല്ലാ വിധത്തിലും ശ്രമിച്ചതല്ലേ, ഇനി ഇതും കൂടി അവിടെ ചെയ്തു നോക്കുക. എനിക്ക് വിശ്വാസമുണ്ട് ഈ മഹാലക്ഷ്മി ഹോമം നടന്നു കിട്ടിയ നിങ്ങളുടെ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഉറപ്പാ. അച്ഛാ, മച്ചാൻ പുറപ്പെട്ടോന്ന് അറിയില്ലല്ലോ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കിക്കേ. ശരിടാ. ദേവിഡിന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞോ? എന്തിന്? ഹലോ, ഞാനാ കൗസില്ലേ, വൈദേഹിയുടെ അച്ഛൻ രാമനാണ്. എന്താ രാമേട്ട കാര്യം? ഞാൻ പറഞ്ഞില്ലായിരുന്നോ വൈദേഹിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി മഹാലക്ഷ്മി ഹോമം നടത്തുന്ന കാര്യം? ദേവനെ ഒന്ന് അയച്ചിരുന്നെങ്കില്. അതോ, ഞാൻ ഇന്നലെ തന്നെ കാര്യം പറഞ്ഞിരുന്നല്ലോ. 2 ദിവസം കഴിഞ്ഞ് അവന്റെ കല്യാണം ഉള്ളതാ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചു അവനോട്. അവനും വരാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ പറയല്ലേ. എന്റെ മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തുന്ന ഹോമ മോൻ വന്നാലല്ലേ നടത്താൻ പറ്റൂ. അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? 2 ദിവസം കഴിഞ്ഞ് അവന്റെ കല്യാണോ? ഇപ്പൊ പഴയ ഭാര്യ വരണോന്ന് പറഞ്ഞ് ഹോമം നടത്തണോ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ കല്യാണം മുടക്കണമെന്ന് തന്നെയാണോ? എന്റെ മോളെ കാണാത്തതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴേക്കും വേറൊരു കല്യാണം. ദയവേത് ദേവനോട് ഒന്നിങ്ങോട്ട് വന്നേച്ച് പോകാൻ പറയാം.
ഒരച്ഛന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. അവൻ വരില്ല എന്ന് എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ അവന് ഫോൺ കൊടുക്കാം, നിങ്ങൾ തന്നെ ചോദിക്കും. പക്ഷെ അവന്റെ വായിന്ന് തന്നെ ഇല്ലാന്ന് കേട്ട് കഴിഞ്ഞാ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. എന്റെ മോൾ അത്ര വലിയ പാപിയാണോ കൗസല്യേ? അവന്റെ ഭാര്യയെ കാണാതായിട്ട് 6 മാസം കഴിഞ്ഞു. എവിടെയാണെന്നൊന്ന് അന്വേഷിക്കാൻ അവൻ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? അങ്ങനെ അങ്ങ് വിട്ടുകളയല്ലേ? പറയേ, അങ്ങനെ വിട്ടുകളയാ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്റെ മോന്റെ മനസ്സിലിപ്പോ വൈദേഹി ഇല്ലാന്ന്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അവനെയും കൂടി ഇതൊക്കെ അറിയിച്ച് മറന്നതൊക്കെ ചെകഞ്ഞെടുക്കണോ? 2 ദിവസം കഴിഞ്ഞ് അവന്റെ കല്യാണം. അവൻ ഒരു ഹോമത്തിനും വരുന്നില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. പാവച്ചൻ, ഞാനും ദേവേട്ടനെ ഇതുപോലെ തന്നെ തെറ്റിദ്ധരിച്ചത്. ഇത് അമ്മ കളിക്കുന്ന നാടകമാണ് അച്ഛാ. ദേവേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത് അച്ഛാ? മച്ചാൻ വരാന്ന് പറഞ്ഞോ? പറയച്ചാ. അവൻ വരില്ലടാ. 2 ദിവസം കഴിഞ്ഞ കല്യാണ. വരാൻ താല്പര്യമില്ലത്രേ. വരാൻ താല്പര്യമില്ലത്രേ. എല്ലാം നുണയാ. ദേവേട്ടനെ അറിഞ്ഞാലല്ലേ വരാൻ പറ്റൂ. ആരും ദേവേട്ടനോട് ഈ ഹോമത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. വരാൻ താല്പര്യമില്ലെന്നൊക്കെ അമ്മ കള്ളം പറയാ. എന്നാ പിന്നെ ഇനി ഹോമം എന്താ ചെയ്യണ്ടേ? ഭർത്താവിന്റെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ഹോമം നടത്തിയ ആ പെൺകുട്ടി ഇപ്പൊ ഏതവസ്ഥയിലാണെങ്കിലും അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവളുടെ ഭർത്താവിന്റെ മുന്നിൽ എത്തിച്ചേരും. ഈ അച്ഛൻ അതിനുള്ള ഭാഗ്യമില്ല. ഇഷ്ടാണെന്നും പറഞ്ഞ് എന്റെ മകളുടെ പിറകെ നടന്ന് വീട്ടിൽ വന്ന് ചോദിച്ച് കെട്ടിക്കൊണ്ടുപോയതാ. എന്നിട്ട് ഇപ്പൊ എന്റെ മോളെ കാണാതായപ്പോ ഒരിറ്റ് കണ്ണീര് പോലും പൊഴിക്കാൻ ശ്രമിക്കാതെ 2ാമത് കെട്ടാൻ തയ്യാറായിരിക്കും അവൻ. അതാ 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 എന്റെ മരുമോൻ. അയ്യോ അച്ഛ, ഇത് അമ്മ മനഃപൂർവ്വം കളിക്കുന്ന കളിയാ. ദേവേട്ടനെ ഒന്നും അറിഞ്ഞിട്ടില്ല. വലിയ വീട്ടുകാരല്ലേ, നല്ല ജീവിതം കിട്ടുമെന്ന് കൊതിച്ചു. അല്ല, മനസാക്ഷിയില്ലാത്തവരാ. എല്ലാം എന്റെ തലയിലെഴുത്ത്. എന്നെ അങ്ങ് കൊന്നു തരണേ ദൈവേ. അച്ഛാ, അച്ഛാ, എനിക്ക് വേണ്ട അച്ഛാ. ജീവിക്കണ്ട. അച്ഛാ, 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 എന്റെ വേണ്ട. മോളെ ഇന്നെ ഇവന്റെ കയ്യിലാണോ ഞാൻ പിടിച്ചു കൊടുത്തത്? എന്റെ മോളെ അച്ഛാ, അച്ഛാ, ഞാൻ വേണ്ട കൊടുത്തത് അച്ഛാ. ഇവന്റെ അച്ഛാ, കയ്യിലാ. വേണ്ട എന്തേ അച്ഛാ. കാണിക്കുന്നത്? അച്ഛാ, എന്റെ മോളെ എന്തേ വേണ്ട, ചതിച്ചെന്റെ വേണ്ട, മോളെ. വേണ്ട അച്ഛാ. മാറ്റച്ഛനെ. അച്ഛാ, ഞാൻ പറയണത് കേക്ക്. ഞാൻ പറയണ കേക്ക് അച്ഛാ. വേണ്ട അച്ഛാ, ഇങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛാ. കേക്ക് അച്ഛാ, ഒന്ന് കേക്ക് അച്ഛാ. അച്ഛ ഒന്ന് കേക്ക്. അച്ഛനെന്തിനും പറ്റില്ല. അച്ഛനെന്തിനും പറ്റില്ല അച്ഛാ. അച്ഛാ, അച്ഛാ, ഒന്ന് നിർത്ത് അച്ഛാ. ഇങ്ങനെയൊന്നും ചെയ്യില്ലേ. എനിക്ക് പേടിയാവുന്നു അച്ഛാ. അച്ഛ, എനിക്ക് പേടിയാവുന്നു അച്ഛാ. അച്ഛ, എനിക്ക് പേടിയാവുന്നു. അച്ഛ, ഒന്ന് നിർത്ത് അച്ഛാ. നിർത്തുന്നുണ്ടോ അച്ഛ? അച്ഛൻ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്ത് ഭ്രാന്താ ഇത്? ആരാ മോളെ നീ? നീ ഇവിടെ നിന്ന് വരുന്നേ?
പറയും മോളെ, മോളെ എവിടത്തെയാ? ആരെ കുട്ടി, എവിടെ നിന്ന് വന്നാ? പറയും മോളെ. രാമനെ അച്ഛാന്ന് വിളിക്കാനും മാത്രം ബന്ധം? അത് ഇദ്ദേഹത്തെ കണ്ടപ്പോ എന്റെ അച്ഛനെ പോലെ തന്നെ ഉണ്ടായിരുന്നു തിരുമേനി. ഇവിടെ നടന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലും നടന്നിട്ടുണ്ട്. എന്റെ മൂത്ത ചേച്ചിയും ഇതുപോലെ പെട്ടെന്നൊരു ദിവസം കാണാതായി. എന്ത് സംഭവിച്ചു എന്നറിയാതെ എന്റെ അച്ഛനും ഇതുപോലെ തല ചുമരിലടിച്ച് പൊട്ടിക്കരഞ്ഞു കുറേയേറെ നടന്നിട്ടുണ്ട്. പെട്ടെന്ന് അതുപോലെ ഒരു രംഗം ഇവിടെ വീണ്ടും കണ്ടപ്പോ എന്റെ അച്ഛന്റെ കാര്യം ഓർമ്മ വന്നത്. ഓട്ടെ മോളെ, സ്വന്തം മോളല്ലെങ്കിലും മോള് വന്നോണ്ട് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. അച്ഛാന്ന് വിളിച്ചപ്പോ എന്റെ മോളാന്ന് കരുതി ഞാൻ ഒത്തിരി കൊതിച്ചുപോയി. പക്ഷെ അവള് വന്നില്ല. അവള് വന്നില്ല. എന്നാലും കെട്ടിച്ചയച്ച വീട്ടിൽ പ്രശ്നമുണ്ടായ ഒന്നുപോലെ വളർത്തി വലുതാക്കിയ അച്ഛൻ ഇവിടെ ജീവനോടെ ഉണ്ടെന്ന് പോലും മറന്നോണ്ട് എല്ലാവരും ഉപേക്ഷിച്ചങ്ങ് ഇറങ്ങി പോയാലെങ്ങനെയാ? ആ അച്ഛന്റെ അവസ്ഥയെക്കുറിച്ച് പോലും അവള് ചിന്തിച്ചില്ലല്ലോ. എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല? വരണമെന്ന് ആഗ്രഹിച്ചാലും വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലോ? നേരിട്ട് കണ്ട അവസ്ഥ എന്തായി തീരുമെന്നുള്ള പേടികൊണ്ടായിരിക്കും ചിലപ്പോ വരാത്തത്. ഇതൊന്നും അച്ഛനറിയില്ലല്ലോ. എന്നാൽ അതെന്താണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞൂടെ? അവളെ കാണാതായപ്പോതേ അവളുടെ കെട്ടിയോൻ വേറെ കെട്ടാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. പിന്നെ വന്നാൽ ആ ജീവിതം തിരിച്ചു കിട്ടുവോ? ആ കല്യാണത്തെ കുറിച്ചാണെങ്കിൽ അച്ഛൻ ഇനി പേടിക്കൊന്നും വേണ്ട. ഈ കല്യാണം നടക്കില്ല. ഈ കല്യാണം നടക്കില്ലെന്ന് നിനക്കങ്ങനെ അറിയാൻ മോളെ? മോക്ക് വേണ്ടി ഒരു ഹോമം നടത്താൻ വരാൻ പറഞ്ഞപ്പോ കല്യാണം കഴിക്കാൻ പോവാ വരില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കളഞ്ഞു. പിന്നെ എങ്ങനെ ഈ കല്യാണം നടക്കാതിരിക്കും മോളെ? അത് നടക്കില്ല അച്ഛാ. ഞാനല്ലേ പറയുന്നത്, വിശ്വസിക്കും. അച്ഛന്റെ മോളെന്ന് വെച്ച മരുമോന് ജീവനാന്നറിയോ? ഒരിക്കലും ചതിക്കില്ല. അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്തിനീ ഹോമത്തിന് വരാതിരിക്കണം? എന്ന് ചോദിച്ച ഈ ഹോമം നടക്കുന്നത് അദ്ദേഹത്തിന് അറിയാത്തോണ്ട്. അതെങ്ങനെ അറിയാതിരിക്ക? ഞാൻ പറഞ്ഞതാണല്ലോ. അതിരിക്കട്ടെ, ഇക്കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? പറ മോളെ, നിനക്കെങ്ങനെ അറിയാം? എന്നുവെച്ചാ അച്ഛന്റെ മോള് വൈദേഹിയുടെ സ്ഥാനത്ത്. അത് ആ വീട്ടിൽ തന്നെയാ ഇപ്പൊ ഞാനും നിൽക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അച്ഛന്റെ മരുമോനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാ. അച്ഛന്റെ മോളെ കാണാതെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിന്റെ 10 മടങ്ങ് വേദന ആ ചേട്ടന്റെ മനസ്സിലും ഉണ്ട് അച്ഛാ. ഈ ഹോമം നടക്കുന്നത് അറിയാത്തത് കൊണ്ട് ആ ചേട്ടൻ വരാത്തത്. ഞാനിപ്പോ വരുത്തി കാണിക്കട്ടെ. നിക്ക്, ഞാൻ വിളിച്ചു വരുത്താം. അങ്ങനെ നിനക്ക് എന്റെ മോനെ വരുത്താൻ പറ്റിയ ഈ ജന്മം ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും. വേണ്ട, അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛന്ന് സ്നേഹത്തോടെ വിളിച്ചതല്ലേ.
ഇപ്പോ ആ ചേട്ടനെ വരുത്തണം എന്നുള്ള അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് മകളായിട്ട് എന്റെ കൂടി കടമയാ. ഞാൻ വിളിച്ചു വരുത്താം. എടാ മോനെ, ഇങ്ങോട്ട് വന്നേ. ഇത് പിടിച്ചോണേ. ഞാനിപ്പോ നിന്റെ മച്ചാനെ വിളിച്ചു വരുത്താം. സന്തോഷായില്ലേ? നല്ലോണം ചിരിക്ക്. അങ്ങനെ 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 ചിരിക്കടാ, ചിരിക്ക് ചിരിക്ക് ചിരിക്ക്. എനിക്കൊന്നും മനസ്സിലായില്ല. ആരാ രാമാക്കുട്ടി? എനിക്കൊന്നും അറിയില്ല. എനിക്കെന്തോ എന്റെ മോള് വൈദേഹി ഈ രൂപത്തിൽ വന്ന് എന്നോട് സംസാരിച്ച പോലെ തോന്നുക. ആരായാലും കൊള്ളാം, നന്നായിരിക്കട്ടെ. ഭയങ്കര ഗൗരവത്തിലാണല്ലോ. സുന്ദരിയായ ഒരു പെണ്ണിനെ അടുത്തിരുത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും ആ വൈദേഹി ഇവന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് ആ മനസ്സിൽ കയറി പറ്റാൻ. ദേവേട്ടാ, എന്താ? കല്യാണം എപ്പോഴാന്നറിയാലോ? ആരുടെ? ടൂ മച്ച് ദേവേട്ടാ. വല്ലവരുടെയും കല്യാണത്തെ കുറിച്ച് ഞാൻ എന്തിനാ ചോദിക്കുന്നേ? നമ്മുടെ കല്യാണത്തെ കുറിച്ചാ പറഞ്ഞേ. എന്തോ എനിക്കൊന്നും അറിയില്ല. എന്നുവെച്ചാ എന്നെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നും ദേവേട്ടനില്ലേ? പിന്നെ കല്യാണം കഴിക്കാന്ന് വാക്ക് പറഞ്ഞെന്തിനാ? ഈ കല്യാണക്കാര്യത്തിൽ നിനക്ക് പോലും വിശ്വാസം ഇല്ലാത്തൊരു സമയത്ത് എനിക്കതിലെന്ത് കാര്യം? എനിക്ക് വിശ്വാസമില്ലെന്ന് ദേവേട്ടനോട് ആര് പറഞ്ഞേ? ദേവേട്ടന് ഓർമ്മയുണ്ടോന്ന് നോക്കിയതല്ലേ ഞാൻ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചിട്ട് നടന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യവും. നടക്കേണ്ടതാണെങ്കിൽ അത് എന്നാണെങ്കിലും നടക്കും. അരുതാത്തത് ഒരിക്കലും നടക്കുകയില്ല. അടുത്ത നിമിഷം എന്താ സംഭവിക്കാന്ന് ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കണം. ചേട്ടന്റെ ഫോൺ ഒന്ന് തരാൻ പറ്റുമോ? എന്റെ ഫോൺ ഞാൻ വീട്ടിൽ മറന്നു വെച്ചു. തരാലോ. ഇപ്പൊ കൊണ്ടുതരാവേ. ഞാൻ എന്തുകൊണ്ട് ദേവേട്ടന്റെ മുന്നിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞില്ലേ? എന്നെ കണെങ്കിൽ ഇപ്പൊ ഇവിടേക്ക് വരും. എന്തു പറ്റി ദേവേട്ടാ? എന്താ കാര്യം പറ. വൈദേഹി മാധവ, ഞാൻ നിന്റെ മച്ചാന് വൈദേഹി ചേച്ചി അയക്കുന്ന പോലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീ നോക്കിക്ക്, ആ ചേട്ടൻ ഇപ്പൊ ഇങ്ങ് ഓടിയെത്തും. നീ ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ആ നീതി ചെന്ന് അച്ഛനോട് കൂടി പറയണേ. ഒന്നും അറിഞ്ഞ പോലെ ഭാവിക്കരുതെന്ന് പറഞ്ഞേക്ക്. ശരി ചേച്ചി. ശരി, എന്നാ പൊയ്ക്കോ. വൈദേഹിയാണോ അത്? വൈദേഹി എങ്ങനെ ദേവേട്ടാ? മെസ്സേജ് ഒന്ന് കാണിച്ചേ. വൈദേഹി വൈദേഹി തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നേ. വട്ടായതാണോ ഇവന്? ചത്ത് ചാമ്പലായവളെ എങ്ങനെ വീണ്ടും മെസ്സേജ് അയക്കാനാ? ഹലോ. ഹലോ സാർ, നിങ്ങൾ ആരാണ്? വൈദേഹി എവിടെയാണ്? വൈദേഹിയോ? അതാരാ വൈദേഹി? ഇപ്പോ കുറച്ചു മുമ്പ് ഈ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു. ആ പെൺകുട്ടി എവിടെ? അതല്ല, മെസ്സേജ് അയച്ചതാരാ? ഒരു പെണ്ണ് വന്ന് എന്നോട് ഫോൺ ചോദിച്ചു മേടിച്ചായിരുന്നു. ചിലപ്പോ അവളായിരിക്കും സാറേ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്. അതെ, അവളെ എനിക്ക് കാണണം. അവളിപ്പോ എവിടെയാ?
സാർ നിങ്ങൾ എവിടെയുണ്ടെന്ന് പറയൂ. ഞാൻ ഇവിടത്തെ ആ ശിവന്റെ അമ്പലത്തിലുണ്ട്. താങ്ക് യു സോ മച്ച്. മാളവികയെ, നീ ഇവിടെ ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കോ. എന്തു പറ്റി ദേവേട്ടാ? എന്റെ വൈദേഹി വന്നിട്ടുണ്ട്, എന്നെ കാണണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുക. നീ ഒരു കാറ് പിടിച്ചു പോയിക്കോ. വൈദേഹി എങ്ങനെ വരാനാ ദേവേട്ടാ? അവള് വരാൻ ഒരു സാധ്യതയില്ല. അവൾ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നീ വരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവള് വന്നാ വീട്ടിലേക്കല്ലേ വരൂ ദേവേട്ടാ? എന്തിനിങ്ങനെ മെസ്സേജ് അയക്കണം? ഇത് മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടി ആരോ ചെയ്യുന്നതാ. ദേവേട്ട വന്നേ. ഞാൻ വരുന്നില്ല, എനിക്ക് വൈദേഹിയെ കാണണം. അവള് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നേ. എന്റെ മനസ്സെന്നോട് പറയുന്നുണ്ട്. നീ ഇറങ്ങി വീട്ടിൽ പോവാൻ നോക്ക്. നീ ഒന്ന് ഇറങ്ങും മാളവികയെ. അതെടുക്ക്, എന്നിട്ടൊരു കാർ പിടിച്ചു വെക്കോ. ശ്രദ്ധിച്ചു പോണേ. ഡോറ് വേഗം അടയ്ക്കേ. ദേവേട്ടാ, ദേവേട്ടാ, ദേവേട്ടാ. അവള് ചത്ത് മണ്ണടിഞ്ഞു പോയി. ഞാനാ കൊന്നു കളഞ്ഞത്. ഞാനാ നിന്റെ വൈദേഹിയെ കൊന്നത്. ചൊത്ത ശവ എവിടെ നിന്ന് എഴുന്നേറ്റ് വരാനാ? വട്ട് പിടിച്ച് നടന്നോ ഇങ്ങനെ? സിഗ്നൽ പോലും കിട്ടുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ആരുടെയും പൊടി പോലും കാണുന്നില്ലല്ലോ. വരണ്ട ഒരു കാര്യമില്ലായിരുന്നു. വൈദേഹി എവിടെ ചെന്ന് കണ്ടുപിടിക്കാൻ പോയതവൻ? അയ്യോ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. സിഗ്നൽ കൂടെ കിട്ടുന്നില്ലല്ലോ. കൈനീട്ടുന്നു സാഗരം, കരയോടുന്നു സൗഹൃദം, ഇരിയാമ്പയ്യെന്നോതുന്നു മാനസം, കനലായെരിയും നെഞ്ചകം, കഥയിൽ നിറയെ കൗതുകം, കരയാമ്പയ്യെന്നോതുന്നു ജീവിതം.